ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അധികം കണക്കും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ ഒരു കോളർ എങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ്. ഇവിടെ ഞാൻ എടുത്തേക്കുന്ന അളവുകളാണ് കേട്ടോ ഈ കൊടുത്തേക്കുന്നത്. ഈ അളവുകളൊക്കെ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നെക്കിൻ്റെ റൗണ്ട് 16.5 ഇഞ്ചുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചുരിദാർ ചെയ്യുന്നത്. അതേപോലെ നെക്ക് വൈഡ് 2.25 ഇഞ്ച്, ബാക്ക് കഴുത്തിറക്കം 1 ഇഞ്ച്, ഫ്രണ്ട് കഴുത്തിറക്കം 3.25 ഇഞ്ച്. ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കണ്ടു നോക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേപോലെ നെക്കൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുക. ഫ്രണ്ട് നെക്ക് ലെങ്ത് 3.25 ഇഞ്ചാണ്. അതിൻ്റെ ഓപ്പൺ നമ്മൾ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ നെക്ക് നമ്മൾ ഈ പറഞ്ഞ അളവിൽ അടയാളപ്പെടുത്തിയിട്ട് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, അത് ഒരു ഇഞ്ച് കൊടുക്കുക. 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യുക. നമുക്ക് ഇത് ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇട്ടേക്കുന്നത്. എന്നിട്ട് ബാക്ക് നെക്ക് ഇറക്കം കുറവായതുകൊണ്ട് തന്നെ ഇത് ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്ന വരെ വീഡിയോ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതേപോലെ തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ അവിടെ ഒന്നിച്ചിട്ടാണ് മടക്കിയേക്കുന്നത്. നെക്ക് വൈഡ് 2.25 ഇഞ്ച് കഴുത്തകലത്തിൽ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 1 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയത്. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ മാർക്ക് എടുത്തേക്കുന്നത് 3.25 ഇഞ്ചാണ്. അപ്പോൾ കറക്റ്റ് ആ 3.25 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അത് കണ്ടു നോക്കുക. ഇനി നമുക്ക് ഈ കഴുത്ത് കയറണമല്ലോ. ഈ ഒരു അളവിൽ നമുക്ക് കഴുത്ത് കയറില്ല. അപ്പോൾ നമ്മൾ എന്താ വേണം, ഫ്രണ്ടിൽ നമ്മളൊരു കട്ടിങ് കൊടുക്കണം. ഒന്നുകിൽ നമ്മളതൊരു വി നെക്ക് പോലെയോ അങ്ങനെ നമുക്ക് പല ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഓപ്പൺ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വി നെക്കോ എന്തെങ്കിലുമൊക്കെ മോഡൽ കൊടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ജസ്റ്റ് അവിടെ നിന്ന് 3.5 ഇഞ്ച് താഴേക്കൊന്ന് ഓപ്പൺ ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ചോയ്സാണ്. വേണമെങ്കിൽ നമുക്കവിടെ ബട്ടണൊക്കെ വെച്ച് ഭംഗിയാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് നമ്മൾ ആ വി പോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഓപ്പൺ കൊടുത്ത പാർട്ട് ജസ്റ്റ് ഒരു ക്രോസ് പീസോ എന്തെങ്കിലും വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ഇതേപോലെ പിടിക്കണം. ഇനി ഇതൊന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി, അതായത് ഈ തുണികൾ തമ്മിലൊന്ന് മാറി അളവ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സ്റ്റിഫ് എടുക്കണം. അത് ഞാനിവിടെ പേപ്പർ ക്യാൻവാസാണ് എടുത്തേക്കുന്നത്. മറ്റേ കട്ടിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് യൂസ് ചെയ്താൽ മതി. ചിലർക്ക് ഭയങ്കരമായിട്ട് കട്ടി വരുന്നത് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം. ക്യാൻവാസിലാണ് നമ്മൾ ആദ്യം കോളർ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ക്യാൻവാസ് ഇതേപോലെ വയ്ക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഇതേപോലെ വയ്ക്കുക. ക്ലോസ്ഡ് സൈഡിലാണ് നമ്മൾ തുണി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തുണിയുടെ ബാക്ക് നെക്ക് ഉണ്ടല്ലോ, ഇതേപോലെ നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് ഈ ക്യാൻവാസിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ശ്രദ്ധിച്ച് കാണുക, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതേപോലെ കണ്ടോ, നമ്മൾ നേരത്തെ സെൻറ്റർ വെച്ചിട്ട് മടക്കി വെച്ചിരുന്നു. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കൂടെ നമ്മൾ മടക്കി വെച്ചിരുന്നു. എന്നിട്ട് അതിൻ്റെ ബാക്ക് നെക്കുണ്ടല്ലോ, ഇതേപോലെ ബാക്ക് നെക്കിൻ്റെ പാർട്ട് മടക്കിയത് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കണം. ഇതിപ്പോൾ നമ്മൾ 2.25 ഇഞ്ചാണ് വീതി എടുത്തിരുന്നത്. അന്നേരം ആ ഒരു പാർട്ട് അതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. അതിനകത്തൊരു വളവോ തിരിവോ ഒന്നും പാടില്ല. നെക്കിൻ്റെ ഭാഗം, ബാക്ക് നെക്കിൻ്റെ പോർഷൻ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് ഒരു പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ബാക്കി ഭാഗം ഉണ്ടല്ലോ, അത് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവരിക. നമ്മൾ ഒരുപാടങ്ങ് സ്ട്രെയിറ്റ് ചെയ്യേണ്ട. ആ ഒരു 3 ഇഞ്ച് കഴിഞ്ഞ് ആ ഒരു 2 ഇഞ്ച് 2.25 ഇഞ്ച് ബാക്കിനൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട്, ആ ഷോൾഡറിൻ്റെ ഇപ്പുറത്തോട്ടുള്ള ഭാഗം ഇതേപോലെ പയ്യെ സ്ട്രെയിറ്റ് ആക്കി വെച്ച് കൊടുക്കുക. ഈ താഴോട്ട് വരുമ്പം പിന്നെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കേണ്ട. അവിടെ വളവുണ്ട്, നമുക്ക് ആ ഒരു കർവ് കിട്ടണം. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെയിറ്റ് ആക്കി വെക്കാൻ പറ്റും അത്രത്തോളം വെക്കുക. താഴെ വരുമ്പോൾ ഒരു 1.5-2 ഇഞ്ചോളം ഇതേപോലത്തെ കർവ് തന്നെ ഇരിക്കണം. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ മാർക്കർ വെച്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളിവിടെ പേന വെച്ച് മാർക്ക് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ അളവിൽ ചെറിയ വ്യത്യാസം വരും. കാരണം ഈ ഒരു ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ചോക്കിനൊരു കട്ടി വരും. മാർക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ അവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു 1-2 ഇഞ്ച്, ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നുണ്ട് അതേപോലെ. ഇത്ര എളുപ്പത്തിൽ നമുക്ക് കോളർ കട്ട് ചെയ്യാൻ പറ്റത്തേയില്ല. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എൻ്റെ ഭാഗമൊക്കെ നമുക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ടെൻഷനൊന്നും ഈ ഒരു കട്ടിങ്ങിലും സ്റ്റിച്ചിങ്ങിലും വരുന്നില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ ഈ ചെയ്യുന്നത് ഒരിക്കലും പ്രൊഫഷണൽ മെത്തേഡല്ല.
ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കണക്കും കാര്യങ്ങളില്ലാത്തൊരു മെത്തേഡാണ്. അപ്പോൾ പ്രൊഫഷണൽ മെത്തേഡ് ആവശ്യമുള്ളൊരു നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യുന്നുള്ള വീഡിയോയും ഇട്ട് തരുന്നതായിരിക്കും. നമ്മളിതിന് താഴേക്ക് മുകളിലോട്ടൊരിക്കലും മാർക്ക് ചെയ്യരുത്. നമ്മൾ ഈ വരച്ച വരയ്ക്ക് താഴേക്ക് 1 ഇഞ്ച് വെച്ച് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ നിങ്ങൾക്ക് എത്രയാണ് കോളറിൻ്റെ വീതി വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യുക. ശ്രദ്ധിക്കണം, നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ പേന വെച്ച് തന്നെ മാർക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഒരു ക്ലിയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസ് നമ്മൾ കോളർ തയ്ക്കാൻ വേണ്ടി മാറ്റി വെച്ച പീസില്ലേ അതിലേക്ക് വെച്ച് അയൺ ചെയ്യുക. ഇങ്ങനെ അയൺ ചെയ്യുമ്പോൾ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെ തന്നെ നമ്മൾ വേറൊരു പീസ് കൂടി വെച്ചിട്ടുണ്ട്. ഈ 2 പീസുകൾ ചേർത്ത് വെച്ചിട്ടാണ് കോളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ക്യാൻവാസ് വെച്ച തുണിയുണ്ടല്ലോ അതിൻ്റെ ചുറ്റിനും ക്യാൻവാസിന് ചുറ്റിനും നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണ്. മുകൾ ഭാഗത്തെ തുണി നമ്മൾ ഈ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് കണ്ടോ ഇതേപോലെ. ഇപ്പം ഞാൻ പുറവശമാണ് കാണിക്കുന്നത്. ഇത് ക്യാൻവാസിൻ്റെ പുറത്തേക്ക് മടക്കി വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഞാൻ 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മറ്റേ പീസ് കൂടി നമ്മൾ എടുത്ത് മാറ്റി വെച്ച് മറ്റേ പീസ് ഉണ്ടല്ലോ അതുകൂടി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതായത് 2 പീസ് വേണം നമുക്ക് കോളർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. തയ്യൽ തുമ്പ് നിങ്ങളൊരു 4 ഇഞ്ച് ഇട്ടാൽ മതി. അതിൽ കൂടുതൽ ഇടണമെന്നുള്ളവർക്ക് അതിൽ കൂടുതലാകാം. പക്ഷേ കോളറിനൊക്കെ ആ 4 ഇഞ്ച് മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. അപ്പോൾ ഇതേപോലെ മറ്റേ പീസിലേക്ക് വെച്ചിട്ട് 4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമ്മൾ ഇതേപോലെ വെട്ടിയെടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കണം, തിരിഞ്ഞു പോകരുത് കോളർ അടിക്കുമ്പോൾ. അടിഭാഗം ഇപ്പം വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, ആ വളഞ്ഞിരിക്കുന്ന ഭാഗം നമ്മുടെ കഴുത്തേക്ക് വെക്കാമെന്ന് നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെയല്ല, തിരിച്ചാണ് വെക്കുന്നത്. ഞാൻ ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 2 പീസുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം. അതായത് നമ്മുടെ ക്യാൻവാസ് വെച്ച പീസും വേറൊരു പീസും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ ഇത് തമ്മിലൊന്ന് ജോയിൻ ചെയ്യണം. ഇത് ജോയിൻ ചെയ്യുമ്പോൾ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ. ഇതേപോലെ. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഈ ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മറുഭാഗം നമ്മൾ ക്യാൻവാസിൻ്റെ പുറത്തേക്ക് ഒരു സൈഡും ഒരു പീസും മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കുക. ഒരിക്കലും തയ്യലിൻ്റെ ഭാഗത്തേക്ക് കയറരുത്. സൈഡ് ചെരിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ മറിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചുളുക്കൊന്നും ഇല്ലാതെ നമുക്ക് മറിഞ്ഞ് കിട്ടും തുണി. ഇതേപോലെ നഖം വെച്ചൊന്ന് മാന്തി കൊടുത്താലും നല്ല രീതിയിൽ തന്നെ നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ചുളിവും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല. സ്റ്റിച്ച് കറക്റ്റായിട്ട് തന്നെ നമുക്കവിടെ വരും. അപ്പോൾ കോളർ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ തയ്ക്കുന്ന സമയത്ത് നമുക്കത് അങ്ങോട്ടും നീങ്ങിപ്പോകില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചുരിദാറിൻ്റെ നെക്കിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തയ്ച്ച് വെച്ച കോളർ ഉണ്ടല്ലോ അതൊന്ന് മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. ഇങ്ങനെ സെൻറ്റർ പിടിക്കുമ്പോൾ നമ്മൾ അകത്തെ ക്യാൻവാസ് നോക്കിയിട്ട് വേണം കേട്ടോ സെൻറ്റർ പിടിക്കാനായിട്ട്. കാരണം ക്യാൻവാസ് വേണം നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് സെൻറ്റർ പിടിക്കാൻ. മെറ്റീരിയൽ നമ്മൾ ആദ്യം എക്സ്ട്രാ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി എങ്ങനെയാണെന്ന് തയ്ക്കുമ്പോൾ കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊടുക്കുക. കാരണം മൊത്തത്തിൽ ഫുള്ള് നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അധികമായിട്ടുള്ളത് അളന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് വെച്ച ടോപ്പിൻ്റെ പാർട്ടുണ്ടല്ലോ അതെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കാണുക. അത് നമ്മൾ നേരത്തെ സെൻറ്റർ വെച്ചിട്ടാണ് മാർക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. എന്നാലും നിങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇനി സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളർ എടുത്ത് അതിൻ്റെ സെൻറ്ററും ഈ ടോപ്പിൻ്റെ കഴുത്തിൻ്റെ സെൻറ്ററും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ ഇട്ടില്ലേ കോളർ ചെയ്തതിൽ അത് നമ്മൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ അകത്തേക്കാക്കി അടിച്ചേക്കുന്ന പീസിൻ്റെ നോട് ചേർന്ന് തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം അത് നമുക്ക് ആ ലൈനിൽ കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പറ്റും.
ഇല്ലെന്നുണ്ടെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ ചുളുക്ക് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. ബാക്ക് നെക്കിൽ നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററും കോളറിൻ്റെ സെൻറ്ററും കൂടെ വെച്ച് ചേർത്ത് വെച്ചിട്ട് വേണം നമ്മളിത് തയ്ച്ചെടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ കഴുത്തിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ എൻഡ് ഭാഗം തൊട്ടേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരരുത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് കമ്പൈൻഡ് ആയി പോകും. തയ്ക്കുമ്പോൾ കോളർ ഒരിക്കലും വലിച്ചു പിടിക്കരുത്. അങ്ങനെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് തിരിച്ച് ആ ഒരു എൻഡ് ഭാഗം ഉണ്ടല്ലോ, എൻഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടില്ല. സ്റ്റിച്ച് ചെയ്യാതെ നമ്മൾ അവിടെ കുറച്ച് തുണി എക്സ്ട്രാ ഇട്ടിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതിപ്പോൾ ക്യാൻവാസ് ആണെങ്കിൽ നമ്മളങ്ങനെ എക്സ്ട്രാ ഇട്ടിട്ടാണ് എടുത്തത്. അപ്പോൾ അവിടെ ചെറുതായിട്ടൊരു ഷേപ്പ് പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറുതായിട്ട് ഷേപ്പ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. തുണി ഇതേപോലെ പിടിച്ചിട്ട് വേണം കേട്ടോ ഷേപ്പ് ചെയ്യാനായിട്ട്. ഇതേപോലെ ഒന്ന് കെട്ടിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാധികമുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇത് മറിച്ചെടുക്കുമ്പോൾ കോളറിൻ്റെ എൻഡ് ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും എക്സ്ട്രാ അധികമായിട്ട് വരികയോ ചുളുക്ക് വീഴുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് ആവശ്യമുള്ള അത്ര പീസ് നമുക്ക് കിട്ടുകയും ചെയ്യും. കോളറിൻ്റെ കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്യുക. നമുക്ക് ചരിച്ചൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇതേപോലെ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് രണ്ട് കോണറും കിട്ടും. കോളറിൻ്റെ രണ്ട് കോണും നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഞാൻ വീഡിയോ എടുക്കുന്നതിൽ അപാകതകളൊക്കെ ഉണ്ടാവും. പോകെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാം. നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ പറഞ്ഞു തരാം കേട്ടോ. ഒന്നുകൂടി വീഡിയോ ചെയ്ത് തന്നതിനും പ്രശ്നമൊന്നുമില്ല. മാർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇതേപോലെ കോളർ മറിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ സൈഡിലോട്ട് ചരിച്ച് ഷേപ്പ് വരച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിൽ ബാലൻസ് ഉള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ എക്സ്ട്രാ പീസ് ഇട്ടിരുന്നത്. സ്റ്റിഫ് അതായത് ക്യാൻവാസ് കട്ട് ചെയ്തപ്പോൾ എക്സ്ട്രാ പീസ് ഇട്ടത് ഇതുകൊണ്ടാണ്. ഇനി സാധാ കോളർ ചെയ്യുന്ന പോലെ നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് ഒരു നൂല് നമ്മളെ അറ്റത്ത് തയ്യൽത്തുമ്പ് വരും, അത് നിങ്ങൾ കട്ട് ചെയ്ത് കളയരുത്. അത് അകത്തോട്ടാക്കി വെക്കണം കേട്ടോ. അതായത് കോളറിനകത്തേക്കാക്കി വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ അവിടുത്തെ തയ്യൽ ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ നീട്ടി വാഴുന്ന നൂലിൻ്റെ തുമ്പൊക്കെ അകത്തോട്ടാക്കി കൊടുത്താൽ മതി. അവിടെ വൃത്തികേടായിട്ടൊന്നും വരത്തില്ല. എന്നിട്ട് ഇതേപോലെ തയ്യൽ തുമ്പ് അകത്തേക്കാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കോളർ നെക്കാണിത്. ഇതേപോലെ തന്നെ നമുക്ക് പ്രൊഫഷണൽ മെത്തേഡായിട്ട് കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. റൗണ്ട് കോളറും ഫ്ലാറ്റ് കോളറും ആണ് കേട്ടോ ഈ മെത്തേഡ് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുന്നത്. മറ്റേതൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ വീഡിയോസൊക്കെ ഉടനെ തന്നെ ഇട്ട് തരാം. നിങ്ങൾക്ക് ഏത് കോളറാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. ഭംഗിയുള്ള റെഡിമെയ്ഡിൻ്റെ പോലെ തന്നെ നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കോളർ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ടിൽ ആ ഓപ്പൺ വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടനൊക്കെ കൊടുക്കാം. ഇതേപോലെ ചെയ്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. മുകൾ ഭാഗം ഉണ്ടല്ലോ, കോളറിൻ്റെ മുകൾ ഭാഗം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമ്മുടെ കോളർ ദാണ്ട് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.